ഒരു ഭാരത സർക്കസ് ഉൽപ്പന്നം. സർക്കസ് ഒരു ചെറിയൊരു കൈവട്ടം പറ്റിയതാണ്. ശരിക്കും 4 കുട്ടികൾ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. അജു വർഗീസ് പറമ്പ് ക്ലീൻ ചെയ്യാനായിട്ടാണെങ്കിൽ പോലും വരും. 10 മണിയാകുമ്പോ ഒരു അവർ ആദ്യത്തെ വർക്കിനായിട്ട് പോകും. 10 മണിയൊക്കെ ആകുമ്പോൾ കുറച്ചു നേരം പരിദോഷണമൊക്കെ പറഞ്ഞിട്ട് നല്ല രസം കേൾക്കാനായിട്ട്. 10:30 ആകുമ്പോഴേക്കും വർക്ക് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു ടാലന്റ് അല്ലേ. എന്നാൽ പോലും ഇപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്ത ഗ്രാമം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നില്ല അത്ര ഓപ്പൺ ആയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ സംസാരിക്കാൻ പറ്റുമോന്ന്. ഞാനൊരു കോണ്ടം പാക്കറ്റ് ആണ് കൊടുക്കുന്നത്. ആ ഒരു ടാബു ഡെഫിനറ്റ്ലി മാറ്റണം. അതിലൊരു തെറ്റില്ല. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. ദർശൻ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ദർശന ഈ സിനിമ ഭയങ്കര ക്ലിക്ക് ആയപ്പോ ദർശനം ചേട്ടാ അത് പറയട്ടെ കഴിഞ്ഞ സിനിമയുടെ ആൾക്കാരാണ്. ക്ഷമ ആട്ടുസുബനെ പലം ചെയ്യുന്ന വ്യക്തിയെയും ഹെൽപ്പ് ചെയ്യുന്ന പോലെ അല്ലേ? തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു മാറുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇപ്പോഴും ആ ഒരു മെന്റൽ ബ്ലോക്ക് എവിടെയോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. മലയാള സിനിമയിൽ ഒരു മാർക്കായിരിക്കും വർഷങ്ങൾക്ക് ശേഷം. എന്നാലും സിനിമയിൽ ഒരു മാർക്കായിരിക്കും. എന്റെ എങ്ങനെയാന്ന് നമുക്ക് കണ്ടിട്ട് പറയാം. 3 പേരോട് ഒറ്റ ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമസ്കാരം. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഉണ്ട്. ഞങ്ങൾ ടീച്ചർ കണ്ടാലും സോങ്ങിലൊക്കെ കണ്ടപ്പോ ഗൗരിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് കഥാപാത്രത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഒരു ആശാ വർക്കറായിട്ട്. ആണോ? ആശാ വർക്കറാണോ? അതെ, ആശാ വർക്കറാണ്. ദിവ്യ എന്നാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര്. ഇതില് പറയുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൺട്രോളിന്റെ ഭാഗമായിട്ടാണ്. അത് ടീച്ചറിലും പാട്ടിലും ഒക്കെ ഓരോരുത്തർക്ക്. പക്ഷെ ഞങ്ങളുടെ ഈ പടത്തിന്റെ അതാണ്, ആ ഒരു ടൈറ്റിലിൽ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ അത് കഴിഞ്ഞൊരു 1 ലൈൻ പറയുമ്പോൾ തന്നെ പ്ലോട്ട് റിവീൽ ആവുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊമോഷൻ കണ്ടന്റും ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ്. ബിക്കോസ് ഒരു സിമ്പിൾ സ്റ്റോറി ലൈൻ ആണെങ്കിൽ പോലും അതിലുള്ളൊരു സത്യം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും പ്രദീപന്റെ ക്യാരക്ടറാണ് സുബീഷ് ഏട്ടൻ ചെയ്യുന്നത്. അപ്പൊ പ്രദീപന്റെ ഒരു സൈക്കിയിലോട്ട് എല്ലാവർക്കും സിമ്പത്തൈസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കഥയാണ് നിസാമിക്ക എഴുതിയത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ നാട്ടുമ്പുറത്ത് കുറച്ചുകൂടെ നാട്ടുമ്പുറമാണ് ടീച്ചർ ലൈൻ ഇതിലായി വീഡിയോ സോങ്ങിലായാലും കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടെ പച്ചപ്പും കുറച്ച് നാട്ടുമ്പുറം നമുക്ക് എന്താ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളെ തന്നെ കാണാൻ പറ്റിയ പോലെ ഒരു ഫീലിംഗ് കിട്ടി. അതുപോലത്തെ ഒരു കഥയാണോ? ഇതില് കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആ ഏരിയയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പിന്നെ മെയിൻ ആക്ടേഴ്സ് അല്ലാത്ത നാട്ടിലെ ആൾക്കാരൊക്കെ അവിടുത്തെ നാട്ടിലത്തെ ആൾക്കാർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു റോനെസ് ഉണ്ടാവും. നമസ്കാരം. കുറെ നാൾക്ക് ശേഷം ഒരു എന്താ പറയാ, നമുക്ക് നമ്മൾ കാത്തിരുന്ന് ഒരുപാട് ഒരു കഥാപാത്രത്തിന് വേണ്ടി കാത്തിരുന്ന ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഒരു കഥാപാത്രം ആ ഒരു വെയിറ്റിംഗ് ഉണ്ടല്ലോ, ആ വെയിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടൊരു കഥ കിട്ടിയതുപോലെ ആ ഒരു ഫീലിംഗ് ഉണ്ടോ? ഞാൻ ഒരു 1.5 വർഷമായി ഭാരത സർക്കാർ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലായിരുന്നു. അപ്പം ഇവരൊക്കെ പറയുന്ന പോലെ അത് കൃത്യമായിട്ട് നമ്മളെ ഒരു ജനം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ മനസ്സിലേക്ക് ഒരു സിനിമ എക്കാലത്തും ഉണ്ടാകുന്ന ഒരു സിനിമയായി ഈ സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എല്ലാവരും രസിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും, ഒരു ജനറേഷൻ കാറ്റഗറി ഇല്ലാത്ത എല്ലാവരും. കാരണം അതിപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ നമ്മളെ മ്യൂസിക് ഡയറക്ടർ അങ്കിത് മേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും സുബീഷ് ഭായ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ മനസ്സിൽ തട്ടുന്ന, ഒരുപാട് ചിരിക്കാനുള്ള ഒരു സിനിമയായിരിക്കും ഇതെന്ന് നമ്മുടെ പ്രതീക്ഷ. ബാക്കി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കഥാപാത്രങ്ങളായാലും അതായത് ഒരു ചെറിയ റോളുകളായിരിക്കാം, എന്നാൽ നോട്ടബിളായിട്ട് തമാശകൾ പറഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളായിരുന്നു. ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്? ഈ സിനിമയുടെ ഒരു തിരക്കഥയാണ് ഇതിൻ്റെ നായകൻ. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചലിപ്പിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി മാത്രമാണ് പ്രദീപൻ എന്ന് പറയുന്നത്. നേരത്തെ ഗൗരി പറഞ്ഞ പോലെ ഭയങ്കര കെട്ടുറപ്പുള്ളൊരു തിരക്കഥി, നല്ലൊരു കഥാസംരംഭങ്ങളും ഒരുപാട് കഥാപാത്രങ്ങളും പ്രദീപന് ചുറ്റുമുണ്ട്. അപ്പം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്. അവിടെ ഒരുപാട് നല്ലോണം ചിരിപ്പിച്ചുകൊണ്ട് രസകരമായ മുഹൂർത്തങ്ങളിലൂടെയും പിന്നെ മറ്റുള്ളവരെ ചെറുതായിട്ടൊന്ന് അവൻ്റെ മനസ്സ് തട്ടിക്കൊണ്ടൊക്കെ പോകുന്നൊരു കഥാപാത്രമാണ്. സ്വാഭാവികമായിട്ട് ഇത് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു
പോരാത്തിന് 4 കുട്ടികളുടെ അച്ഛനുമാണ്. അതാണ് എന്റെ ഏറ്റവും ഹൈലൈറ്റ് തോന്നുന്നത്. ചേട്ടൻ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ കുടുംബത്തിന്റെ സാഹചര്യങ്ങളും അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ സിനിമയിൽ ശരിക്കും 4 കുട്ടികളുടെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, അജു വർഗീസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതൊരു പിന്നെ രസകരമായിരുന്നു മൊത്തത്തില്. ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ രസകരമായിരുന്നു. അപ്പോ ദർശന, ഹായ്, നമസ്കാരം. ഒരു സൈഡിലൂടെ മിണ്ടാതെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. എന്റെ ക്യാരക്ടറിന്റെ പേര് അഡ്വക്കേറ്റ് ഹരിത എന്നാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, കാരണം കോർട്ട് റൂം സീനിലൊക്കെ കുറച്ച് ലെങ്തി ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കാണാതെ പഠിക്കണമായിരുന്നു. പിന്നെ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ചെയ്തു എന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ ഇവരൊക്കെ ചെറുപ്പത്തിലൊക്കെ സിനിമയിൽ വന്നതാണ്. ഞാൻ 17 വർഷമായി. എനിക്ക് ഇവരിലൊക്കെ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ദർശനയാലും ഗൗരിയായാലും, അപ്പൊ ദർശന ഫസ്റ്റ് ഡബ് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് വർക്കായില്ല. അപ്പോൾ ലാൽ ജോസ് സാറാണല്ലോ നമ്മളൊക്കെ മെൻറ്റർ വരുന്നത്. ഇപ്പോൾ സ്വാഭാവികം നമ്മൾ മൂപ്പറോട് ഷെയർ ചെയ്യാത്ത ഒരു കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എനിക്കൊരു മടി. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പിന്നെ ഈ ദർശന ഡബിൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കാൻ എനിക്കും ഒരു ഭയങ്കര, സാർ ഒരിക്കലും വിടില്ല. കാരണം ഇപ്പോൾ ഞാനായാലും ദർശനായാലും സാറ് കൊണ്ടുവന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടണം, അല്ലെങ്കിൽ അവരെപ്പോഴും നിൽക്കണം, അവരുടെ പെർഫോമൻസ് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ദർശന വീണ്ടും വിളിച്ചു. അപ്പോൾ ദർശന പറഞ്ഞു, ഞാനല്ല, എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നാഗരാജ് വിളിച്ചു. അപ്പോൾ ദർശന പറഞ്ഞതിൽ നാഗരാജ് പറഞ്ഞാണ്, ദർശന പറഞ്ഞു, ചേട്ടാ ഞാൻ ഒന്നും കൂടി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ദർശന വീണ്ടും വന്ന് ഒരു ദിവസം ഇരുന്ന് ഡബ് ചെയ്ത് തകർത്തിട്ടുണ്ട്. ആ സിനിമയുടെ ഇത് അവസാനത്തെ ഒരു അത് കോട്ടകള്. ഞാൻ അങ്ങനെ പറയുന്നില്ല, അത് ഞാൻ തന്നെ പറഞ്ഞു. അത് പിന്നെ അതിന്റെ ഒരു കാരണം വെച്ചാല് ഫസ്റ്റ് നമ്മളെ ഏകദേശം നമ്മളെ ഒരു ഫൈനൽ പിന്നെ ഇതായിട്ട് എഡിറ്റായിട്ട് നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടു. അപ്പൊ അവരും പറഞ്ഞു ദർശനോട് ഡബ് കുറച്ചൊന്ന് മാറ്റി പിടിക്കണം എന്ന്. പക്ഷെ അവര് വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെ ഗൗരിയെ കുറിച്ച് പറയട്ടെ. ഗൗരി ഒരു ആശാവർക്കറാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഈ സിനിമ ഒരു ആശാവർക്കർമാരെ കാണിക്കണം എന്നൊരു ആഗ്രഹം. കാരണം അവര് 10-26,000 ആശാപ്രവർത്തകരുണ്ട്. അവർ ഈ 15 വർഷമായി ആശാപ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്ത്യയിൽ. അവർ ഈ കോവിഡ് സമയത്ത് അവർക്ക് WHO അംഗീകാരമല്ലാതെ അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആശാവർക്കർമാർ കുറച്ച് ആൾക്കാർ ഈ പടം കാണിച്ചാൽ എങ്ങനെയാണ് വർക്കൗട്ടായി നോക്കാൻ വേണ്ടി. കാരണം നമ്മൾ സിനിമയ്ക്ക് പുറത്ത്, നമ്മുടെ സൗഹൃദത്തിന് പുറത്തു. അങ്ങനെ ഞാൻ ആശാവർക്കറിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രേമ എന്ന് പറയുന്ന ഒരാളുണ്ട്, കോഴിക്കോടുകാരി. അവരെ വിളിച്ചു. അപ്പോൾ അവരൊന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ ഈ പ്രേമി അവരുടെ പടം ഒന്ന് കാണുന്നത്. അങ്ങനെ സിനിമ ഇവർ കാണാൻ തീരുമാനിച്ചു. അവർ ഒരു 4-5 ആൾക്കാരെ വരുന്നു. അപ്പോൾ ഇവർ കേരളത്തിൽ ഒരു 10-38 ആളെ എറണാകുളത്ത് വന്ന് ഇറങ്ങുന്നു. ഒരാൾ പിന്നെ പാലാരിവട്ടത്ത് വിളിക്കുന്നു, ഒരാൾ പിന്നെ കലൂരിൽ നിന്ന് വിളിക്കുന്നു. അവസാനം ഞാനും നമ്മളെ കുറച്ച് കൂട്ടത്തിലുള്ള നാഗരാജ്, നമ്മളെ ഈ സതീഷ് ഉസ്മാനെല്ലാം കുറച്ച് കൂടിയിട്ട് അവസാനം എൻ്റെ കാറിൽ വരെ ഇവർ കയറിയിരുന്നു, എൻ്റെ സീറ്റിൽ പോലും. ഞാൻ ഓട്ടോറിക്ഷയിലാണ് ലാൽബത്തിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമ കണ്ടു. സിനിമ കണ്ട് ഈ ഗൗരിനെ കുറിച്ച്, കാരണം അത് ഒരു ആക്ട്രസിന്, ഞാൻ നേരത്തെ പല സ്ഥലത്തും പറയുന്ന ഒരു കാര്യങ്ങളാണ്, ഒരു ആക്ട്രസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് വെച്ചാൽ ആ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അവർ വന്ന് കണ്ടിട്ട് നമ്മളെ ജീവിതം ആ കുട്ടി സ്ക്രീനിൽ പകർത്തിയെന്നോ. അല്ലെങ്കിൽ ഏറ്റവും ഗൗരി ഒന്ന് വിളിച്ചത് ചോദിച്ചു. എനിക്ക് ഇവിടെ വിളിക്കാൻ പറ്റില്ല അന്നത്തെ കാരണം. അപ്പൊ അത് ഭയങ്കര സംഭവം ഒരു ആക്ട്രസിന് കിട്ടുന്ന. അത് ശരിക്കും എനിക്കത് കേട്ടപ്പോ എന്നും ഷൂട്ടിലും അല്ലെങ്കിൽ ഈ റോള് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് മൈൻഡിൽ ആ പ്രഷറുണ്ട്. ബിക്കോസ് ഒരു ആശാ വർക്കർ അല്ലെങ്കിൽ അത്ര ഒരു ഗ്രാമത്തില് ഒരു നാട്ടില് വളർന്നൊരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ ലൈഫ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പം ഫോഴ്സ്ഡ് ആവുമോ അല്ലെങ്കിൽ റോങ് കാസ്റ്റിംഗ് ആണെന്ന് ആൾക്കാർക്ക് വിചാരിക്കാൻ പാടില്ല. അപ്പം ആ ഒരു സ്ട്രെസ് എപ്പോഴും എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ സമയവും ഡബ്ബിങ്ങിൻ്റെ സമയവും എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. എല്ലാവരും കണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും എൻ്റെ മൈൻഡിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ചേച്ചിമാര് കണ്ട് അവരുടെ ലൈഫ് ശരിക്കും കാണിക്കാൻ പറ്റി. ആ കുട്ടി അറ്റ്ലീസ്റ്റ് എനിക്ക് പറ്റുന്ന അത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ ടീച്ചറും പാട്ടും ഒക്കെ കാണുമ്പോൾ ഞാനൊരു അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ട് ഇതുവരെ ഞാൻ ചെയ്തതിനേക്കാളും. സോ ഞാൻ ഹാപ്പിയാണ്. ഇനി റിലീസിന്റെ ദിവസം അറിയാം. അതെ. പിന്നെ ദർശനയുടെ ആണെങ്കിലും ലോങ് ഡയലോഗ്സ് എന്ന് പറഞ്ഞ പോലെ ഓൺ സ്പോട്ട് അത്ര ഇങ്ങനെ ഡബിങ്ങിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയുന്നത് ലൈവായിട്ട് ഞാൻ കണ്ടുകൊണ്ട്
അത്രയും ലീഗൽ ടേംസും എല്ലാ കോർട്ട് സിനിമയിലുള്ള ചാലഞ്ചസ് തന്നെയാണ്. പക്ഷെ എനിക്കിത് കാണായിരുന്നു. ഐ വാസ് വിറ്റ്നസിങ് ദാറ്റ് ഹോൾ ഡയലോഗ്സിന്റെ, പിന്നെ ഓരോ സെക്ഷൻ നമ്പേഴ്സും അത് ചെറിയൊരു മാറ്റം മതി അതിന്റെ അർത്ഥം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ. അപ്പോൾ അത് ഭയങ്കര ഒരു ഇന്റലക്ച്വൽ. പക്ഷെ ദർശന ഭയങ്കര കൂളായിട്ട് ഞങ്ങള് ക്യാരവാനിലെ കൂടെ ഒക്കെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കും പഠിക്കേണ്ട ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ആ ഒരു പ്രോസസ്സ് എനിക്ക് ഇതൊക്കെ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഇല്ല, ഞാൻ എപ്പോഴും ചോദിക്കും എങ്ങനെയെല്ലാം പഠിച്ചെടുത്ത്. ഇപ്പം നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മള് നോർമലി നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ, എന്റെ നാട്ടിലൊക്കെ ആശാ വർക്കേഴ്സ് അവർ വരുമ്പോൾ ചില ഒരു ഗ്യാങ് ആയിട്ടങ്ങ് വരും. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ 10-40 പേര് വന്നിട്ട് ഒരു രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വരും. ഒരു 9 വരെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്യാങ് ആണല്ലോ. ഒരു ഗ്യാങ് ആയിട്ട് നല്ല രസമാണ് അത് കാണാനായിട്ടൊക്കെ. ഒരേ സാരി എടുത്തിട്ട് പറമ്പ് ക്ലീൻ ചെയ്യാനായിട്ടാണെങ്കിൽ പോലും വരും. 10 മണിയാകുമ്പോ ഒരു അവർ ആദ്യത്തെ ഒരു ഇതുണ്ടായിരുന്നു, ആദ്യത്തെ സെക്കൻഡിലുണ്ടായിരുന്നു. ആ സമയത്തായി ഇതായിരുന്നു. അപ്പം ഒരു 40 പേരിങ്ങനെ വരും, 10 പേരെ ഡിവൈഡ് ചെയ്യും. അവരിങ്ങനെ വർക്കിനായിട്ട് പോകും. 10 മണിയൊക്കെ ആകുമ്പോൾ കുറച്ചു നേരം പരദൂഷണമൊക്കെ പറഞ്ഞിട്ട് നല്ല രസം കേൾക്കാനായിട്ട്. 10:30 ആകുമ്പോഴേക്കും വർക്ക് കഴിഞ്ഞിട്ട് പരദൂഷണം അതൊക്കെ ഒരു ടാലന്റ് അല്ലേ? ഒരാളുടെ കുറ്റം പറഞ്ഞിട്ടില്ലേ ഇതുവരെ? അല്ല, അവര് പറഞ്ഞല്ല ഞാൻ. അതായത് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൻ പുറത്ത് അങ്ങനെ ടോക്ക് ഉണ്ടാവുമല്ലോ. കാരണം വെച്ചാൽ എന്റെ നാട്ടിൻ പുറത്ത്, ഞാൻ നാട്ടിൻ പുറത്തുനിന്നായിരുന്നു. എന്റെ അപ്പൊ ഇങ്ങനെ കേൾക്കാനായിട്ടൊരു ഇതാണ്. നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളുടെ കഥ കേൾക്കാൻ നമുക്കൊരു ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ത്വര ഉണ്ടാവുമല്ലോ. അതുപോലെ അപ്പൊ നല്ല രസമാണ് അവരുടെ ഒരു വർത്താനമല്ലോ. അപ്പൊ ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആ 40 പേര് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ആ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ നമുക്ക് അടുത്ത് നിന്ന് കേൾക്കാനും അറിയാനും പറ്റും. അതെ, ഇതിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയാണ്? അതേപോലത്തെ ഒരു കഥാപാത്രങ്ങളാണോ? ഞാൻ ആശമാരെ കുറെ പേരെ മീറ്റ് ചെയ്തിരുന്നു. ചേച്ചിമാര് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, മോൾ ആശയാണോ? പിന്നെ ഞാൻ എല്ലാം ചോദിക്കും, ഞാൻ ഇട്ടിരിക്കുന്ന ID കാർഡ് ചേച്ചി ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ? പിന്നെ ഒരു ഡയറി ഉണ്ടാവും. അപ്പൊ അവരുടെ ലൈഫ് അനുസരിച്ച് ഞാൻ പലതും അങ്ങോട്ട് ചോദിക്കുന്നേക്കാളും അവരിങ്ങോട്ട് സിനിമയെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പം എനിക്കറിയാത്തൊരു ഫീൽഡ് ഞാൻ അങ്ങോട്ടും, ഇറ്റ് വാസ് ലൈക്ക് എ ഗിവ് ആൻഡ് ടേക്ക്. പക്ഷെ എനിക്ക് ഒരിക്കലും അവര് ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്തിനാ, ഭയങ്കര എൻകറേജിങ് ആയിരുന്നു എല്ലാവരും. അവർക്ക് അവരുടെ ബേസിസിന് ഒരു സിനിമ ഉണ്ടാക്കുന്നു, അത് അവരുടെ നാട്ടിൽ വന്ന് ചെയ്യുന്നു. പിന്നെ പറഞ്ഞ പോലെ അവരുടെ സംസാര രീതിയും അവരുടെ ഒരു ലൈഫും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. എന്റെ കൂടെയുള്ള ചേച്ചിമാരെല്ലാരും അതെ ആ സാരി അഭിനയിക്കേണ്ടി വന്നില്ല. സാരിയുടെ കഥയുണ്ട്. നമ്മൾ ആശാവർക്കന്മാർ വന്ന പടങ്ങളിൽ പോയല്ലോ, അപ്പൊ ഇവർക്ക് സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ പ്രൊഫഷൻ വാങ്ങിച്ചിട്ട് വെച്ചതാണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 10-30 സാരി നമ്മൾ നിങ്ങൾക്ക് തരാറ്. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് വേണം, ഹാപ്പിയായി. പിന്നീട് ഞാൻ അറിയുന്നത് വാടക എടുത്താണ് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ. പറഞ്ഞും പോയി അവർക്ക് ആ സാരി കളറേ. ഈ ആശാവർക്കന്മാരെ എല്ലാവരും പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ഒറ്റ സാരിയാണ്. അപ്പൊ ഈ കളർ നമ്മൾ ആ പാട്ടിലൊക്കെ കണ്ടില്ലേ, പിങ്ക് കളർ, അത് ഭയങ്കര രസമുണ്ട്. അവർ പറഞ്ഞു നമ്മള് കുറെ സാരി നമ്മുടെ ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറെ പല ജില്ലകളിലും ഉണ്ട്. പക്ഷെ ഇത് നല്ല രസമുണ്ട്. പക്ഷെ ഇത് വാടക എടുത്ത് എനിക്കറിയില്ലേ, പറഞ്ഞു പോയി ഉരാനും പറ്റുന്ന അവസ്ഥ പോലെ. അതുപോലെ ഈ സിനിമയിലെ ഇങ്ങനൊരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു തീം പറഞ്ഞു, പോപ്പുലേഷന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ കുറെയൊക്കെ ഇതാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും ആ പഴയ ഒരു മെന്റാലിറ്റി തന്നെ ജീവിക്കുന്നത്. എന്താണ് കോണ്ടം, എന്താണ് സേവ്സ്, ഇതൊന്നും അറിയാതെ ഇപ്പോഴും അങ്ങനത്തെ ജീവിക്കുന്ന കുറെ പേരുണ്ട്, ഒന്നും മനസ്സിലാക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ഇച്ചിരി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അങ്ങനെ എന്താ പറയാ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന രീതിയിലൊരു ചിത്രമാണ്. അതെ, അത് വളരെ എന്റർടൈനിങ് ആയിട്ടും അല്ലാതെ ഭയങ്കര പ്രീച്ചി ആയിട്ടുള്ളതല്ലാതെ. ഇപ്പൊ പ്രദീപന്റെ ജീവിതം, പ്രദീപ്, ശ്യാമ, ശൈലി ചേച്ചി ചെയ്തിരിക്കുന്ന അവരുടെ ഒരു ലൈഫ് നമുക്ക് കാണാൻ പറ്റും. അവര് ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ അത് വളരെ ഓർഗാനിക്കലി ഞങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ NSV എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ചില ടേംസും അതെനിക്ക് തോന്നുന്നു സിനിമ അതിൻ്റെ ഒരു ഗോൾ തന്നെ അതായിരിക്കണം. എല്ലാ സിനിമയും ഒരു മെസ്സേജ് ഉണ്ടാവണം എന്നല്ല പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ സിനിമയിൽ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവിനെ പറ്റി തന്നെയാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് ഇന്ത്യ മാത്രമല്ല, പക്ഷെ
അത് ഞങ്ങൾ ഓർഗാനിക്കലി പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഇതുവരെ സിനിമ കണ്ടൊരു എക്സ്പീരിയൻസും ഉണ്ട്, പക്ഷെ അവർക്കൊരു ടേക്ക് അവേ മെസ്സേജും ഫീൽ ചെയ്തു. നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ആ കാര്യത്തിൽ പുറകിലോട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഇപ്പൊ കൂടുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ കുറെ പേര് കുറച്ചുകൂടെ അവെയർ ആണ്. എന്നാൽ പോലും ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഗ്രാമം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നില്ല അത്ര ഓപ്പൺ ആയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ സംസാരിക്കാൻ പറ്റുമോന്ന്. ഇപ്പൊ ഇതിൽ തന്നെ ശ്യാമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന്റെ പാട്ടില് ഞാനൊരു കോണ്ടം പാക്കറ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷെ ദിവ്യ എന്ന് പറഞ്ഞ എന്റെ ക്യാരക്ടറിന് നാണിച്ചാണ് കൊടുക്കുന്നത്. ഒരാളെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴേ അത് 10 മില്യൺ കഴിഞ്ഞു 4-5 ദിവസം കൊണ്ട്. ഭയങ്കര ക്ലിക്കാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു കറക്റ്റ് റെപ്രസെന്റേഷൻ കാണിക്കുമ്പോ ആ ഒരു ചമ്മലും അതൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനത്തെ സിനിമകള് ഇപ്പോഴും നമ്മള് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കേറിയിട്ട് അതെ ഉണ്ടാവും. അത് മാറണം ഐഡിയലി. ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂവിൽ ഇപ്പൊ നിബിൻ തന്നെ ഇത് ചോദിക്കുന്നത് തന്നെ ഒരു പ്രോഗ്രസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കോമൺ ആയിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം, ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എ വെരി നോർമൽ ഇത് ഓൾസോ. അപ്പോൾ ഇപ്പോൾ ഫാമിലി പ്ലാനിങ് ആയാലും സേഫ് സെക്സ്, കോണ്ടം, യൂസിങ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നമ്മളെല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് സ്കൂളിംഗ് തൊട്ട് അതൊന്ന് ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതെ പല ബയോളജി ടീച്ചേഴ്സ് സ്കിപ്പ് ചെയ്യുന്ന പോലെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ പകുതി. അതെ, ആ ഒരു ടാബു ഡെഫിനറ്റ്ലി മാറ്റണം. അതിലൊരു തെറ്റില്ല. ഇപ്പോൾ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഇപ്പോൾ പിള്ളേർ അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിക്കുന്നത് തന്നെ എന്തിനതൊക്കെ അറിയണേ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാതെ അതിനെപ്പറ്റി ഒരു സേഫ് സ്പേസ് ആയിട്ട് എന്തിനെക്കുറിച്ചും സംസാരിക്കാം. നമുക്ക് എസ്പെഷ്യലി പിള്ളേർക്കാണല്ലോ ആ ക്യൂരിയോസിറ്റി. നമുക്ക് ഇപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് നമുക്കറിയാം, പക്ഷെ ഇതൊക്കെ കുറെ ഹഷ് ഹഷ് ആയിട്ടല്ലാതെ ഓപ്പൺ ആയിട്ട് പറയാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തണം. ഈ ഒരു സിനിമ ആ ഒരു ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം സുരേഷ് 17 വർഷത്തെ ഒരു കഥ ചെയ്യുന്ന ഒരു കഥാപാത്രം ലാൽ സാറിന്റെ കൂടെ ആയിരുന്നു സാറാണ് ഇൻട്രൊഡ്യൂസ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഫേസ് ടു ഫേസ് വരുന്ന ഒരു സാറായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. സാർ നമ്മളെ ചീത്ത പറയുമ്പോൾ കൂടെ പറയാൻ പറ്റില്ല. എന്നാലും ചീത്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് ചീത്ത പറയുന്നത് നമ്മളോട് ദേഷ്യം കൊണ്ടല്ല. നമ്മളിത് പഠനമാണ്. നമ്മളൊരു പിന്നെ സ്കൂളിൽ പോയിട്ടോ സിനിമയുടെ ഭയങ്കര പഠിച്ചിട്ടോ ഒന്നല്ല വരുന്നത്. നമ്മൾ സിനിമയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇപ്പം ലാൽജോസ് സാറിനെ പോലത്തെ എത്തുന്നു. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിട്ടാണ് സിനിമ നമ്മളെ മറ്റുള്ള സംവിധായകന്മാരുടെ എത്തുന്നു. അത് നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ലാൽജോസ് സാറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളവിടെ ഇവിടെ നിന്ന് ഇപ്പം സാറിന് എന്തെങ്കിലും നമ്മൾ മോശം നടന്നാൽ ബാധിക്കാൻ പോകുന്നത് ലാൽജോസ് സാറിൻ്റെ സിനിമയും ലാൽജോസ് സാറിനെയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ച് മോശമല്ലാവുന്ന സമയത്ത് അവിടുന്ന് സാറ് ശകാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഈ ലാൽജോസ് സാറിന് പഠിച്ചത് വെറും സിനിമ മാത്രമല്ല, ഒരുപാട് നല്ല മനുഷ്യനാവുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ലാൽജോസ് സാറിൻ്റെ അടുത്തൊരു ഞാൻ ഈ സിനിമയായിട്ട് ഫസ്റ്റ് പോകുന്ന സമയത്ത് ലാൽജോസ് സാർ എന്നോട് ചോദിക്കുന്നത് വെച്ചാൽ ലാൽജോസ് സാറെ കൊണ്ടുവന്ന നടീനടന്മാരുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പോൾ അമ്മ എന്ന സംഘടനയിൽ 10-600 മെമ്പർമാരുണ്ട്. എല്ലാവരും സിനിമ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ലാൽജോസ് സാർ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ എന്നോട് പറയുന്നത് പിന്നെ ഇന്ന സ്ഥലത്ത് ഇന്നാൾ പ്ലേസ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ കുറേ ലിസ്റ്റ് സാറ് പറഞ്ഞു. പക്ഷേ നമുക്ക് ദർശനം മാത്രമേ ഈ സിനിമയിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ദർശനക്ക് പറ്റിയൊരു ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം എൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ സാറ് വന്ന കാലത്തൊക്കെ എല്ലാ ഡയറക്ടർമാരോടും പിന്നെ പറയാറില്ല. പിന്നെ എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ അവരുടെ അടികൂടുന്നതുകൊണ്ട് പിന്നെ പറയാറില്ല. അത് ചെറിയ ചെറിയ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. കാരണം നമ്മളെ കൊണ്ടുവരുന്ന നടീനടന്മാർ അല്ലെങ്കിൽ ആക്ടേഴ്സിന് അവർക്ക് പിന്നീട് ഇപ്പോഴും ഒരു ആ സിനിമയിലേക്കുള്ളൊരു വഴി തുറന്നു കൊടുക്കുക വലിയ സംഭവം. അപ്പം ഞാൻ പഠിച്ചത് ലാൽജോസ് സാറിൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യം. പിന്നെ ഒരു കമാൻഡിങ് പവർ, ഒരു സെറ്റിൽ എങ്ങനെ പെരുമാറണം, ഒരു സെറ്റിൻ്റെ അച്ചടക്കം. ഇപ്പോൾ നമ്മൾ പല സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ അച്ചടക്കം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം ഞാൻ ലാൽജോസ് സാറിന് പഠിച്ചത് ഒരു അച്ചടക്കം, സമയത്ത് വരിക. ഒരു ആക്ടേഴ്സിന് കൂടെ ഏറ്റവും വലിയ സംഭവം ഒരു പറഞ്ഞ സമയത്ത് ആ കോൾ ടൈമിന് ആ ലൊക്കേഷനിൽ എത്തുക. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പുറത്തു പോവാതെ ആ സിനിമയിൽ ആ കൺട്രോളറും അതിൻ്റെ കമാൻഡിങ് പവറുള്ള ആൾക്കാർ പറയുന്ന പോലെ കിട്ടും. അതൊക്കെ ഞാൻ ഈ ലാൽജോസ് ക്യാമ്പിൽ നിന്ന് പഠിച്ചൊരു കാര്യങ്ങളാണ്. ലാൽജോസ് എന്ന ഒരു ആക്ടറിനെയാണോ ലാൽജോസ് എന്ന ഡയറക്ടറിനെയാണോ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്? ഭാരത് സർക്കാർ മുന്നേ വരെ ലാൽജോസ് എന്ന ഡയറക്ടർ ആയിരുന്നു. ഭാരത് സർക്കാരിന് ശേഷം ലാൽജോസ് എന്ന ആക്ടറാണ്. അത് സംശയമില്ല. ഡയറക്ടർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും ഒരിക്കലും നമുക്ക് ഓരോ മലയാളിയുടെ ഓരോ കാലഘട്ടം ഓരോ ജനറേഷൻ മാറും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണും. കാരണം അദ്ദേഹം ചെയ്തു വെച്ച സിനിമകൾ എന്ത് പറഞ്ഞാലും ഒരു സിനിമാ വിദ്യാർത്ഥിക്കായാലും സിനിമയെ ഇഷ്ടപ്പെടുന്നതായാലും സിനിമയെ നിരൂപണം ചെയ്യുന്ന ആൾക്കാരും ഒരു വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ്. കാരണം
25-26 സിനിമയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എല്ലാ സിനിമകളും മലയാളിയുടെ മനസ്സിൽ മലയാളി ഉള്ളിടത്തോളം കാലം അതുണ്ടാവും. ദർശന ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന 2-3 ഇമ്പായാലും ശരി, സോളമന്റെ തെന്നിച്ചിലായാലും ശരി, പാപ്പാച്ചനുള്ളിലായാലും ശരി, അപ്പം എല്ലാം ചെയ്യുന്ന ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ട് കഥാപാത്രങ്ങളാണ്. ഒന്ന് പോലീസാണെങ്കിൽ, ഒന്ന് നമ്മുടെ ഹൗസ് വൈഫായിട്ട്, ടൈലറായിട്ട് കാണുന്നു. ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ട്. നല്ല ഡെഡിക്കേറ്റഡ് ഒരു ആക്ട്രസ് ആണ്. എല്ലാവരും പറഞ്ഞു, പരിചയമുള്ള എല്ലാവരും ഇത്ര ഡെഡിക്കേറ്റഡ്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലച്ച് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതൊരു ഭാഗ്യം പോലെ ഇരിക്കുന്നു. അത് അതിനൊരു സമയമുണ്ട്. നമ്മളിപ്പോ ഞാനിങ്ങനെ എനിക്ക് അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഐ ഹാവ് ടു ബി പേഷ്യന്റ് ഫോർ ഗെറ്റിംഗ് ദാറ്റ് റോൾ. കാര്യമില്ലേ, ഞാൻ ഈ പടം കണ്ടിട്ട് ദർശനെ വിളിച്ചിട്ട് ദർശനോട് പറഞ്ഞു, ദർശൻ ഈ സിനിമ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ദർശന ഈ സിനിമ ഭയങ്കര ക്ലിക്ക് ആയപ്പോ ദർശനം ചേട്ടാ അത് പറയട്ടെ, കഴിഞ്ഞ സിനിമയുടെ ആൾക്കാരാണ്. അതെ, ഈ പറഞ്ഞ പോലെ അത് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ട് ക്ലച്ച്, അത് ക്ലച്ച് എന്നല്ല പിന്നെ വെച്ചാല് അത് നമ്മൾ ജോലി എടുത്തുകൊടുക്കുക. ഞാൻ പറയാം, അത് വീണ് കിട്ടുന്ന ഒരു ഭാഗ്യം എന്നാ പറയണ്ടേ. ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് വന്ന ഒരു ഭാഗ്യമാണ്. ഇവിടെ നിലനിൽക്കേണ്ടതിന്റെ ഒരു സിനിമയാണ് എന്റെ ഒരു തലവര നിശ്ചയിക്കുന്നത്. അത് വരാനുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ ചെയ്തത് ഹാപ്പിയാണ് ഞാൻ. ശരിയാണ്, ഈ പറഞ്ഞ പോലെ അത് ഓർക്കുമ്പോഴാണ് നമുക്കത് ഓക്കെ അത് ശരിയാണല്ലോ. പക്ഷെ അത് വിട്ടുകളയാ. ഭാഗ്യമാണോ ഹാർഡ് വർക്ക് ആണോ വലുത്? ഐ മീൻ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, അല്ല ആരും ഉഴപ്പിയൊന്നും അല്ല. എത്ര വലിയ സീനിയർ ആക്ടർ ആണെങ്കിലും ഇപ്പൊ വന്ന് തിരിച്ച് ഇപ്പൊ കേറിയ കുട്ടികളാണെങ്കിൽ പോലും ആരും ചുമ്മാതെ ഒന്നും സിനിമയിൽ അഭിനയിക്കുന്നത്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് സിനിമയിൽ നിൽക്കുന്നത്. പിന്നെ ഒരു ഭാഗ്യത്തിന്റെ ഒരു ഘടകമുണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാം വീണ് കിട്ടുക എന്ന് പറയല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടർ, നമ്മൾ വർക്ക് ചെയ്യുന്ന ക്രൂ, പ്രൊഡക്ഷൻ, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. എനിക്ക് പിന്നെ ടൈമിങ്ങും ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് എലിമെന്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ അതെല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു ടൈമിങ്ങിൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എപ്പോഴേലും ഒക്കെ വരും. ഞാൻ 17 വർഷം കാത്തുന്നു നായകനാവാൻ വേണ്ടിട്ട്. പക്ഷെ നിസാം റാവുത്തർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഈ കഥ പറഞ്ഞിട്ട് നമ്മൾ വേറെ സിനിമയുടെ വർക്കിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നൊരു കഥ പോലും ഞാൻ പറയില്ല. അപ്പോൾ പടത്തിന്റെ പേര് ഭാരത സർക്കാർ ഉൽപ്പന്നം, നിങ്ങൾ നായകൻ, വേറെ ആരുമില്ല. ഇനി നിങ്ങളെ സ്വഭാവം വെച്ചിട്ട് നിങ്ങൾ വേറെ ഒരു ആർട്ടിസ്റ്റിനോട് പോയി പറഞ്ഞ് ഇതിൽ ചെറിയ വേഷം അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ക്യാരക്ടർ നിങ്ങൾ ചെയ്യും, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിസാം റാവുത്തർ എൻ്റെ വീട്ടിൽ വന്ന് ഇരുന്ന് സോഫി എന്ന് പറഞ്ഞൊരു കഥയാണ്. അന്ന് കേട്ട് ഞാൻ നായകനായതാണ്. മനസ്സിലായി? അതൊരു ഇപ്പം ദർശനം വന്നത് ഇത് സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ആ സമയം വരും ഉറപ്പാണ്. അപ്പൊ ഗൗരി, ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പൊ ലിറ്റിൽ റാവുത്തർ ആ ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ഒരു സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്തായിരുന്നു, ടോൾ ബോയ് ഷോട്ട് ഗേൾ, അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്. അപ്പം അങ്ങനത്തെയും വെറൈറ്റി ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ ആയിട്ട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പോഴും ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലാതെ എന്റെ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുള്ളൂ? അതെ, ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടറിനും ആ ഒരു നമുക്കെപ്പോഴും സെയിം ടൈപ്പ് കാസ്റ്റായി സെയിം കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നേക്കാളും ഓരോ സിനിമയുടെ അപ്രോച്ചസും വേറെയാണ്. ലിറ്റിൽ മിസ് റാവുത്തർ ഒരു ഇൻഡി മൂവി പോലെയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തതും. വളരെ ഗ്രൗണ്ട് ലെവലായിട്ട് അത്ര വലിയ ടീംസ് ഒന്നും ഇല്ലാതെ അങ്ങനെ ഞങ്ങൾ അതിൻ്റെതായ ഒരു മൈൻഡ് സ്പേസിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്രോച്ച് വളരെ ഡിഫറെൻ്റ് ആണ്. ഇനി ഞാനൊരു പീരിയഡ് ഫിലിം ചെയ്തു, പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് മടുക്കും. മോർ ദൻ ഇപ്പോൾ ക്യാരക്ടർ ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് അവരെ ടൈപ്പ് കാസ്റ്റ്. ഇപ്പോൾ ഗോകുലൻ ചേട്ടനോട് ഞാൻ സംസാരിക്കായിരുന്നു. ഐ തിങ്ക് ഇനീഷ്യലി ചേട്ടൻ്റെ കരിയറിൻ്റെ സമയത്ത് എല്ലാവരും ജിം ബ്രൂട്ടൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിൽ കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് പേഴ്സണലി ആ ഒരു മടുപ്പ് വരാതെ ഒരു ഇന്റേണൽ പ്രോസസ്സ് നമ്മൾ എന്തായാലും ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ ഓരോ ആർട്ടിസ്റ്റിന്റെയും ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ഇന്ന കഥാപാത്രമായിട്ട് അറിയപ്പെടുക, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഇതാ കുട്ടിയല്ലേ ഇന്ന് നോട്ട് ചെയ്യുന്ന അങ്ങനത്തെ കഥാപാത്രങ്ങൾ. അത് ഇപ്പോഴും ഗൗരി കാണുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് 96-ലെ ഇതില്ല. അത് അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി മാർക്ക് പോലെ അങ്ങ് ലോക്ക് ചെയ്ത് കിടക്കുക. അത് മാറി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ, അത് അങ്ങനെ തന്നെ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് ആഗ്രഹം? അത് മറക്കണം എന്നല്ല, പക്ഷെ അത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ട്.
അത് ഐഡന്റിറ്റി എന്ന് പറയുമ്പം അതൊരു ബെഞ്ച് ഒരു ബാരിയർ പോലെയാണ്. പക്ഷെ അതിൽ നിന്നും എനിക്ക് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരാം എന്ന് ഉള്ള കാര്യം എനിക്ക് പ്രൂവ് ചെയ്യണം. പക്ഷെ ഒരിക്കലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് 96ഉം ജാനു ഇല്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ അതൊരിക്കലും അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ബട്ട് എൻ്റെ ചോയ്സസും എല്ലാം പുറത്ത് വരുമ്പോൾ സ്ലോലി പറഞ്ഞ പോലെ ടൈമിങ്ങും എല്ലാം അതിൻ്റെ സമയത്തിൽ വേറൊരു സിനിമ വരുമായിരിക്കും. ആൾക്കാർ ഇപ്പൊ അടിയെ എന്ന് പറഞ്ഞ തമിഴ് മൂവി വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ജാനു എന്നല്ലാതെ ആ ക്യാരക്ടറിന്റെ പേര് സെന്താണി എന്നാണ്. അപ്പൊ അത് കണ്ട് എല്ലാരും പറയുന്നുണ്ട്. അതൊരു വുമൺ സെന്റേഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. അതെ, ഫോർ എ സെക്കൻഡ് ജാനു മറക്ക വെച്ചിങ്ക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോ അങ്ങനെ. അപ്പം ഇപ്പൊ തന്നെ ഇത്രയും പറയും ഓരോ കഥാപാത്രങ്ങൾ ഡിഫറൻസ് പറഞ്ഞു, സിനിമയുടെ വളർച്ചകൾ പറഞ്ഞു, സിനിമകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആളുകളുടെ മെന്റാലിറ്റി ഇപ്പോഴും പഴയ പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമയിൽ ഒരു ഇന്റിമേറ്റ് സീൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സീൻസ് ഉണ്ടെങ്കിൽ ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആളുകൾ ജഡ്ജ് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ്. ഇന്ന ആക്ട്രസ് ചെയ്തുകൊണ്ട് ഇന്ന ആക്ടർ ചെയ്തുകൊണ്ടോ പക്ഷെ അപ്പൊ ഒരു ആക്ടർ അല്ല, അവരുടെ ഒരു കഥാപാത്രത്തിൽ അതല്ല നമ്മളുടെ സിനിമ കാണുന്ന അവരുടെ ജീവിതമായിരിക്കുമല്ലോ നമ്മൾ കാണുന്നത്. ആ ജീവിതത്തിൽ അതൊരു പാർട്ടാവാം. പക്ഷെ അതൊരു വ്യക്തിപരമായിട്ട് ആളുകൾ കാണുമ്പോൾ അതൊരു എന്താ പറയാ, കലയെ നശിപ്പിക്കുകയാണ്, വ്യക്തിയെയും ഹേറ്റ് ചെയ്യുന്ന പോലെ അല്ലേ? തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു മാറുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇപ്പോഴും ആ ഒരു മെന്റൽ ബ്ലോക്ക് എവിടെയോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കോവിഡ് ആ സമയം കഴിഞ്ഞിട്ടാണ് OTTയുടെ ഒരു റൈസ് നമ്മൾ കണ്ടത്. OTTയിൽ വരുന്ന റിലീസസും എല്ലാം സെൻസർ ബോർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാരിയേഴ്സ് ഇല്ലാതെ വന്നുകൊണ്ട് തന്നെ ഓഡിയൻസസ് ഇപ്പൊ ഭയങ്കര അപ് ടു ഡേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ലിറ്റിൽ മിസ് റാവുത്തർ പോലെ ഒരു സിനിമ ഞാനൊരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര ടോളറൻസ് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം ഓരോരുത്തർക്ക് ഓക്കെ അതെ കമന്റ്സ് എപ്പോഴും നമ്മളിപ്പം എന്ത് ചെയ്താലും ആൾക്കാർ എന്തെങ്കിലും പറയും. പക്ഷെ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് നമ്മള് ഇപ്പൊ എനിക്ക് ആസ് എൻ ആക്ടർ ഫുള്ളി സറണ്ടർ ചെയ്ത് ഡേന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പും അപ്പോൾ അത് ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ ജാനു ആണ്, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചാൽ പിന്നെ എന്നെ തന്നെ ഞാൻ തന്നെ റെസ്ട്രിക്ട് ചെയ്യാണ്. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഓഡിയൻസസ് ആർ ചേഞ്ചിങ്. പക്ഷെ ആ നാരോ മൈൻഡഡ്നെസ് നമ്മൾ എടുക്കുന്ന ഒരു മലയാളികൾ മാത്രമുള്ളൂ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ബാക്കി ലാംഗ്വേജ് നമ്മൾ ഇത് കാണുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോൾ വാവ് എന്നൊരു ഫീലിംഗ് മലയാളത്തിലല്ലേ നമ്മൾ അറിയുന്ന ഒരു ആക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ആക്ടർ ചെയ്യുമ്പോൾ അയ്യോ ഇത് അവർ ചെയ്തു ആരും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമായിട്ടാണ് കുറച്ചുണ്ട്. ഇപ്പൊ ആട്ടത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അതൊരു അവാർഡ് മൂവി അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും നമ്മൾ എന്തായാലും പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മാറിയാൽ നല്ലതായിരിക്കും. പക്ഷെ ഇറ്റ്സ് ഹാപ്പനിങ്, അത് ഡിനൈ ചെയ്യാൻ പറ്റും. എല്ലാ വിധത്തിലും എക്സ്പ്ലോർ ചെയ്യാന്നുള്ള. അതെ ഡെഫിനറ്റ്ലി. അപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ ഇന്ന സിനിമ ചിലരുണ്ട് ഇന്ന ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ചിലർ നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഗൗരിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇപ്പൊ ഇത് തമിഴിലായാലും ശരി മലയാളത്തിലായാലും ശരി ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾ നോട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കഥാപാത്രം എപ്പോഴെങ്കിലും എന്താ പറയാ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക ആരെങ്കിലും നോട്ട് ചെയ്ത് അഭിപ്രായം പറയുന്ന ഒരു ആക്ട്രസ് ആണ് താങ്കൾ. അപ്പൊ ഒരു കഥ ചൂസ് ചെയ്യുമ്പോഴും എന്നെ ഇങ്ങനത്തെ ഒരു നോട്ടബിൾ ആക്കണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ട് ഐഡന്റിറ്റി രജിസ്റ്റർ ചെയ്യണം എന്ന് നോക്കിയിട്ടുണ്ടോ? കഥയിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ ഞാൻ ഒരിക്കലും ലീഡായിരിക്കണം. ഇപ്പൊ ഇതിൽ ഞാൻ വൺ ഓഫ് ദ സപ്പോർട്ടിങ് കാസ്റ്റ് ആണ്. എന്നാൽ പോലും കഥയാണ് ഹീറോ എന്ന് സുബീഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. പലവരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ എടുക്കുന്നത്, ലീഡൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന്. പക്ഷെ ഞാനിപ്പോ എൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ ചോയ്സസ് അങ്ങനെ കഥ മാത്രം നോക്കിയെടുത്തത് നമുക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല ചില പടങ്ങൾക്ക്. ഞാൻ കഥ മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തോണ്ട് തന്നെ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ്. നമ്മള് പ്രൊഡക്ഷനും അതിൻ്റെ ഒരു റേഞ്ചും നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ സൈൻ ചെയ്യുന്നത് കഥ കുറച്ചുകൂടെ കോംപ്രമൈസ് ചെയ്താൽ പോലും നമുക്ക് ഈ ഒരു പടം റീച്ച് ആവുമോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കരിയറിൽ നമ്മൾ ഓരോ സ്റ്റേജസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ 3 വർഷം മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇല്ല ഞാൻ കഥ മാത്രമേ കാണുള്ളൂ എന്ന് ഞാൻ പറയുമായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കഥ മാത്രം നോക്കി ക്യാരക്ടർ മാത്രം നോക്കി ചെയ്ത് അത്ര എഫേർട്ട് ചെയ്ത് അത് റീച്ച് ആവാതിരിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. അപ്പൊ നമ്മൾ മേ ബി ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ ചിലപ്പോൾ എടുക്കേണ്ടി വരും. ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോ. 3 പേരുടെ ഒറ്റ ചോദ്യം, നിങ്ങളെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്?
ജീവിതത്തിൽ ലൈഫിലല്ലേ അതായത് ഇപ്പോൾ ചിലർക്ക് പാഷൻ ആവാം, ചിലർക്ക് ഫെയിം ആവാം, ചിലർക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആവാം. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. നിങ്ങളെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒറ്റ വാക്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പലതരം കുറെ അധികം ആസ്പെക്ട് ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് പാഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയാം, എന്റെ ഹാപ്പിനെസ് ആണോ എന്ന് ചോദിച്ചാൽ അതെന്ന് ഒറ്റ വാക്ക് പറഞ്ഞ ഇത്രേ ഉള്ളൂ. കുറെ അധികം പേര് ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളത്, അതാണ് എന്റെ കറക്റ്റ് സംഭവം. അതിൽ നമുക്ക് അവിടെ ഒരു സ്പേസ് കിട്ടി. കാരണം സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലേ? ഒറ്റ വാക്കി പറയാൻ ഒട്ടും പറ്റത്തില്ല. പിന്നെ നമ്മള് സിനിമയില് ജസ്റ്റ് ആക്ടേഴ്സ്. എനിക്ക് തോന്നുന്നു ടെക്നീഷ്യൻസും ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് കൊളാബറേഷൻ. അപ്പോൾ ഇവരുടേതായ ഒരു കൂട്ടായ്മ ഇല്ലാതെ ഞങ്ങളും ഇല്ല. എല്ലാം ഒരു കോ എക്സിസ്റ്റൻസ് പോലെയാണ്. അപ്പോൾ സിനിമ ഇസ് ദ ബിഗ്ഗസ്റ്റ് കൊളാബറേഷൻ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലൊരു ആസ് എൻ ആക്ടർ ഒരു ഭാഗമാവാൻ പറ്റിയതിന് ഒരു വലിയ ഭാഗ്യം. ആൻഡ് സിനിമ ഇസ് ജോയ്. യാ, പറഞ്ഞുകൊണ്ട് പോകും. പക്ഷേ ഹിസ്റ്ററി കൂടിയാണ്. ഹിസ്റ്ററിയാണ് കാണിച്ചത്, എല്ലാവരെയും കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുകയല്ലേ. അതെ, ഇന്നൊരാളുടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള തെളിവാണ് സിനിമ എന്നുള്ള മാധ്യമം. അപ്പം ഒരു ഭാരത സർക്കസ് ഉൽപ്പന്നം, ഒരു ചെറിയൊരു കൈവട്ടം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു വലിയ കൂട്ടായ്മയുടെ ഫലമാണ്, ഒരുപാട് പേരുടെ അധ്വാനമാണ്. അപ്പോൾ കാണാൻ പറ്റുന്ന പ്രേക്ഷകരോടെന്നാണ് പറയാനുള്ളത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ഈ സിനിമ കുറച്ചധികം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആശാവർക്കന്മാർക്കുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്കും പ്രേക്ഷകർക്ക് ഒരുപാട് എല്ലാ മനുഷ്യന്മാർക്കും ഹൃദയത്തിലേറ്റുന്ന ഒരു സിനിമയായിരിക്കുന്നു നമ്മളെ ഒരു ഉറപ്പുണ്ട്. ഗൗരി, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഒരു എന്റർടൈനിങ് ആണ് ഈ സിനിമ. ഫാമിലിക്ക് മാത്രമല്ല, ഏത് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അതാണ്. സിംപ്ലിസിറ്റി ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു ഹുക്കുണ്ട് ഈ പടത്തിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇന്നാവും. തിയേറ്ററിൽ കാണുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഇത് രണ്ടും പറഞ്ഞത് തന്നെ. ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരെണ്ണോട് ചോദിക്കാം. ഇപ്പൊ ധൃതിയിലാണെന്ന് എനിക്കറിയാം. നേരെ വർഷങ്ങൾക്ക് ശേഷമല്ലേ പോകുന്നത്? ഡബിങ്ങിലേക്ക് പോവാണ്. എങ്ങനെ എന്താ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ഞാൻ ആസാൻ ഓഡിയൻ എന്തൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ട്? മലയാള സിനിമയിൽ ഒരു മാർക്കായിരിക്കും വർഷങ്ങൾക്ക് ശേഷം? എന്നാലും സിനിമയിൽ ഒരു മാർക്കായിരിക്കും. എന്റെ എങ്ങനെയാന്ന് നമുക്ക് കണ്ടിട്ട് പറയാം. ഒരുപാട് ആക്ടേഴ്സിന്റെ ഒരുപാട് പേരുണ്ട്. അതിൽ നമ്മുടെ പേര് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ഒരുപാട് ആക്ടേഴ്സിന്റെ ഇടയ്ക്ക് എന്റെ പേര് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം വലിയൊരു മാറ്റങ്ങളാട്ടെ. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നിങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കട്ടെ. ഇനി ഇതേപോലെ നമുക്ക് ഇരിക്കാൻ സാധിക്കട്ടെ. അപ്പം വലിയ വലിയ സിനിമകൾക്കാർ ഞങ്ങളും കാത്തിരിക്കുന്നു. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനെ താങ്ക് യു.